അരുണാചൽ പ്രദേശിലൂടെയുള്ള യാത്രയുടെ 6ാമത്തെ ദിവസം. ഈ കാണുന്ന വണ്ടിയിലാണ് ഡിറാങ്ങിൽ നിന്നും തവാങ്ങിലോട്ട് പോകുന്നത്. സേല ടണലാണ് ഇപ്പൊ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഹൈറ്റില് ബൈലൈൻ റൂട്ടുകളിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ടണലുകളിൽ ഒന്നാണ് സേല ടണൽ. അങ്ങനെ തവാങ്ങിലെത്തി നെക്സ്റ്റ് പ്ലാന് ഒരു ബൈക്ക് റെന്റിന് എടുക്കലാണ്. ഈ കാണുന്നത് തവാങ്ങിന്റെ വൈഡ് വ്യൂ ആണ് ഗൈസ്. ഇതിലെ ഏറ്റവും ടോപ്പിൽ കാണുന്നതാണ് തവാങ് മൊണാസ്ട്രി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മൊണാസ്ട്രികളിൽ ഒന്നാണ്. ബൈക്ക് എടുത്തതിന് ശേഷം ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അങ്ങോട്ടാണ്. ഈ റെന്റൽ ഷോപ്പിൽ നിന്നാണ് ബൈക്ക് റെന്റിന് എടുക്കുന്നത്. ഇന്ന് ലോക്കൽ സൈറ്റ് സീയിങ്ങിന് ഒരു സ്കൂട്ടിയാണ് എടുക്കുന്നത്. 1000 ആണ് സ്കൂട്ടിക്ക് റെന്റ് വരുന്നത്. ബൈക്കിനാണെങ്കിൽ 1500. നമ്മൾ ഇന്ന് സ്കൂട്ടിയും നാളെ ബൈക്കും എടുക്കാന്നുള്ള പ്ലാനിങ് ആണ്. തവാങ് മൊണാസ്ട്രിയുടെ എൻട്രി ഗേറ്റ് ആണ് ഈ കാണുന്നത്. ബൈക്ക് ഇവിടെ നിർത്തി ഇതിന്റെ ഉള്ളിലൂടെയാണ് അകത്തേക്കുള്ള വഴി. ഈ കാണുന്നത് ഇവിടുത്തെ മോങ്സിന് വേണ്ടിയിട്ടുള്ള സ്കൂളാണ്. ഈ ബിൽഡിങ്ങിന്റെ ഡ്രോൺ വ്യൂ അടിപൊളിയാണ്. നിങ്ങൾ ഓൾറെഡി പല ഇൻസ്റ്റാ വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും. ഈ പോയിന്റ് ആണ് ഇതിന്റെ എൻഡ്. ഇവിടെ മൊത്തം 4 ബിൽഡിംഗ് ആണ് വരുന്നത്. ഇത് മൊണാസ്ട്രിയുടെ ഇൻസൈഡ് ആണ്. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഒരു ചായ കിട്ടി. നെക്സ്റ്റ് ഒരു ലേക്കിലോട്ട് പോകാനാണ് പ്ലാൻ ചെയ്തത്. തവാങ്ങില് എവിടുന്ന് നോക്കിയാലും നമുക്ക് ഈ സ്റ്റാച്ചു കാണാൻ കഴിയും. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അതിന്റെ അടുത്തോട്ട് ഡെസ്റ്റിനേഷൻ മാറ്റി. ഇത് ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആണ്. അപ്പൊ അതിന്റെ മുകളിൽ വരുന്നൊരു സ്റ്റാച്ചു ആണ് അത്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. അതിന്റെ അടുത്ത് നിൽക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു സൈസ് മനസ്സിലാകുന്നത്. അതിനിടയിലാണ് ഈ ഒരു ബോർഡ് ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ ഓരോ ബ്ലാക്ക് ടീ കുടിച്ചു. ഇവിടെ നല്ല തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ എത്ര പ്രാവശ്യം ചായ കുടിച്ചാലും നമുക്ക് മതിയാവില്ല. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മുടെ ലേക്ക് ആണ്.